ശരിക്കും പറഞ്ഞാൽ ഈ 30s-നകത്തൊരു വീട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് സംഭവിക്കുന്ന ഒന്നാണല്ലോ. ആ സ്വപ്നം മാത്രമായിരുന്നു, അത്ര പെട്ടെന്ന് സാക്ഷാത്കരിക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. ഇപ്പോഴും സ്വപ്നത്തിലൂടെ ഇങ്ങനെ യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സിനുവിനും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഇതൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു? എന്തായാലും സ്വപ്നങ്ങൾ കാണും. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായുള്ളൂ, അതാ പറഞ്ഞത്. എന്നാലും ആ 3 വർഷത്തിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ വീടായല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു വീട് വന്നതും ആ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മള് സ്ഥലം വാങ്ങിയിടാ അങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ അങ്ങനെ തുടങ്ങിയപ്പോ പെട്ടെന്ന് എല്ലായിടായി. വീട് മാത്രല്ല, 2 കുട്ടികളും പെട്ടെന്നായി. ഒക്കെ പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന്. അതായത് ഇപ്പൊ നമ്മുടെ എന്റെ ലൈഫ് സ്റ്റൈല് പെട്ടെന്നൊരു, ഇപ്പൊ എന്താ പറയാ, ഈ ചെക്കന്മാരോട് കറങ്ങി അടിച്ച് നടന്ന ടൈമിൽ പെട്ടെന്നൊരു തന്തവൈപ്പിലോട്ട് മാറി. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ശരിക്കും പറഞ്ഞാല് ആ ഒരു പയ്യനായിട്ട് അങ്ങനെ ചെത്തി നടന്ന സമയം കൊണ്ട് 5 വർഷത്തിനിടയിൽ കുറെ മാറ്റങ്ങൾ ലൈഫിൽ സംഭവിച്ചു അല്ലേ? ഒരു 4-5 വർഷത്തിനിടയിൽ ഫുൾ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു 2 പിള്ളേരുടെ വാപ്പായതിനു ശേഷം എന്താ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ പലതിലും അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് പഠിച്ചു. ജീവിതവും എല്ലാത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഇപ്പൊ പെങ്ങളെ മക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെങ്ങളെ മക്കളോട് ഭയങ്കരമായിട്ടൊക്കെ ചൂടാവും. അതവിടെ വെക്കല്ലേ ഇവിടെ വെക്കല്ലേ. അവനാന്റെ മക്കൾ ചെയ്യുമ്പോഴാണ് അയ്യോ ഇത്. മറ്റേ ഉമ്മ പണ്ട് പറയാറുണ്ട്, ഈ പൗത്തല വീഴുമ്പോ പച്ചില നോക്കി ചിരിക്കുമെന്ന്. അതായത് അനുഭവം വരുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് നമുക്കത് വരുമ്പോഴത്തേക്കാ മനസ്സിലായി. സിനുവിനോ ഒരു മാറ്റങ്ങളും സംഭവിച്ചില്ല? പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ? അങ്ങനെയൊന്നുമില്ല, അത് സ്റ്റേജിൽ വരുന്നു പറയണേക്കാം. ആണോ? പ്രത്യേകിച്ച് 2 ചെറിയ മക്കളല്ലേ, അപ്പൊ ഈ ഉറക്കം കിട്ടാൻ നമുക്ക് ഭയങ്കര ഇതാവൂലേ, അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങൾ. വീട്ടിലെന്താ വെച്ചാൽ നമുക്ക് 2 മക്കള്, ഒരു കുട്ടിക്ക് 1 വയസ്സും 6 മാസം, ഒരു കുട്ടിക്ക് 2 മാസം. അപ്പൊ പെൺകുട്ടിനെ ഞാൻ നോക്കുകയാണെങ്കിൽ ആൺകുട്ടിനെ ഓള് നോക്കും. അല്ലെങ്കിൽ അങ്ങനെ രാത്രിയാകുമ്പോ ഒരാളെ ഉറക്കി കഴിയുമ്പോത്തിന് അടുത്ത എണീക്കും. അയ്യോ, രണ്ടാൾക്കും മൂത്താൾക്കും മനസ്സിലാവാൻ പറ്റിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ 2 പേരെയും കൂടി എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ അതൊരു എന്തൊക്കെ പറഞ്ഞാലും അതൊരു സ്ട്രെസ് തന്നെയാണ് അല്ലേ? അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഫാമിലി വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പണ്ട് ഞാൻ മുടങ്ങാതെ വീഡിയോ ഇട്ടായിരുന്നു എല്ലാ ചാനലിലും. ഇപ്പോ അതില് കുറച്ച് ഇളവ് വന്നുപോയി. ഇളവ് മീൻസ് ചിലതിൽ ഇടാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരു കുട്ടി കരയും, അതിനെ കരച്ചിട്ട് മാറ്റി കഴിയുമ്പോഴേക്കും അടുത്ത കുട്ടി കരയും. അപ്പൊ പിന്നെ വേണ്ടാന്ന് കണ്ടിട്ട് പോകും. അല്ലെ, നമുക്ക് ഈ ഡെയിലി വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ജോബിന്റെ പാർട്ടായിട്ടാണല്ലോ നിങ്ങളത് കാണുന്നത്. ഞാൻ പക്ക ജോബിന്റെ പാർട്ടായിട്ടാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇതേപോലെ ഒരു ദിവസം ഈ ഫാമിലി മൂഡ് അനുസരിച്ച് കുട്ടികളൊക്കെ ബഹളം വെക്കുവാണെങ്കിൽ ഒരു ദിവസം എടുക്കാൻ പറ്റാതെ പോകും. അപ്പൊ ഇങ്ങനെ ദേഷ്യം വരാറുണ്ടോ? അങ്ങനെ ഒരു ദിവസത്തെ അങ്ങനെ ഒരു വീഡിയോ മിസ്? ഇന്നും ദേഷ്യം വരാറുണ്ട്. കാരണം ഇതേമാതിരി ഈ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഇവള് പർപ്പിളിന്റെ വീഡിയോസ് ബ്യൂട്ടി പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്, അതില് കൂടുതൽ ഈ വോയിസ് ഓവർ ഉണ്ടാവുക. അപ്പൊ ഈ വോയിസ് ഓവർ നമ്മളിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ തെറ്റും. ചിലതൊന്ന് ശരിയാവുന്ന ടൈമിലാവും കുട്ടികൾ തൊള്ളിടുക. അതായത് ശബ്ദം നമ്മുടെ നാട്ടിലെയും ഈ പാലക്കാട് ഭാഷ മലപ്പുറം ഭാഷ ഇങ്ങനെ കലർന്നു വരും. അതായത് ഇതിന്റെ 2 സെൻട്രലാവുണ്ട് അങ്ങനെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഭയങ്കര ദേഷ്യവും. അതെ, സിനുവാണ് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആള്. എടുത്തോണ്ട് ഓടും അപ്പൊ തന്നെ. ഉമ്മ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് എന്താ ഉമ്മയുടെ അവസ്ഥ എന്താ? ഉമ്മാക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോവും. ഏറ്റവും ദേഷ്യം വിറ്റൊക്കെ ഫുഡ് കൊടുക്കാനാണ് പണി. ഭയങ്കര മടി കഴിക്കാൻ. അതായത് നമ്മൾ കൊടുക്കുന്ന നേരത്ത് ഇങ്ങോട്ട് തട്ടി കഴിയുമ്പോ ഉണ്ടാകുമ്പോ ഒരു അത് എല്ലാവർക്കും ഈ അമ്മമാർക്കൊക്കെ റിലേറ്റ് ആവും, അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ റിലേറ്റ് ആവും. നമ്മളിങ്ങനെ ആശിച്ച് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇങ്ങോട്ട് തട്ടുമ്പോ ഉണ്ടാകുമ്പോ ഒരു ഫീൽ ഇല്ലേ? വലിയ കാര്യത്തിൽ ഇങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ മറ്റേ കണ്ടന്റ് വീഡിയോസും ഷോർട്സിലും ഒക്കെ വരുന്നുണ്ടല്ലോ, മറ്റേ റീൽസ് ആയിട്ടും ഉമ്മാന്റെ സിനുവിന്റെ ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ്. നമ്മൾ അധികം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു വീട്ടിലൊരു ദിവസം എന്തൊക്കെ നടക്കുമ്പോ അതില് റിലേറ്റ് ഉമ്മ പഴയ ഈ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്താക്കും, ഇതിന്ന് എന്താണ് ഇപ്പൊ ഒരു ഷോർട്ടാക്കാനും ഉള്ളത് നമ്മൾ തിങ്ക് ചെയ്യും. ആ സാധനം അങ്ങനെ എടുത്ത് റീലാക്കലാണ് പതിവ്. ഈ ഫുള്ള് കണ്ടന്റിന്റെ ഐഡിയ എവിടെയെന്നാ? ഫുള്ള് നൗഫലിന്റെ ഐഡിയസ് ആണോ? ഫുള്ള് കുറച്ചൊക്കെ ഉള്ള ഐഡിയ ഉണ്ടാവും.
ചളികൾ മൊത്തം എന്റെയോ. ചളികൾ മൊത്തം ഇവിടുന്നും ഐഡിയാസ് ഒക്കെ ഇവിടുന്നാണോ? ആ ഇവിടുന്ന് ഒരുവിധം സ്റ്റാൻഡേർഡ് സാധനമൊക്കെ അവിടുന്ന് വരും. അതൊരു വലിയ കാര്യമല്ലേ, ഇത് സ്റ്റാൻഡേർഡ് എന്നൊക്കെ അത് കേറലില്ല സ്റ്റാൻഡേർഡ് ഒന്നും. എനിക്ക് ഇപ്പൊ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പത്തെ സമൂഹം മൊത്തം ചളികളുടെ കൂടെയാണെന്ന് ഒരു ഡൗട്ട്. സത്യം, നല്ലതിനാരും പ്രോത്സാഹിപ്പിക്കലില്ല. ഇല്ല, പൊതുവെ നോക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കുമ്പോ തന്നെ, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ തന്നെ കോപ്രായങ്ങൾക്ക് നല്ല ലൈക്ക് ആവും. നേരെ മറിച്ച് അവിടെ ഭരതനാട്യമോ അല്ലെങ്കിൽ നല്ലൊരു പാട്ടിന്റെ ഒരു സംഭവിച്ചിട്ടുണ്ടാവില്ല. കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലേ. ഇപ്പോ കഴിവിനേക്കാൾ കൂടുതൽ കഴിവുകേടിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നമുക്കും അത് അനുഭവം ഉണ്ട്. നമ്മൾ ഏത് വീഡിയോസ് ഇപ്പൊ ഒരു റീസെന്റ് ഇപ്പൊ നമ്മളൊരു 2 ദിവസം മുന്നൊരു വീഡിയോ ഇട്ടു. ഇതിപ്പോ നമ്മൾ തമിഴ്നാട് പോയപ്പോ ആ ഒരു സംഭവം ഉണ്ടായതാണ് നമുക്ക് അല്ലേ. അതായത് അവിടുന്ന് നമുക്ക് അനുഭവിച്ചാണ്. അതായത് തമിഴ്നാട്ടിൽ ഈ വഴി എന്ന് പറയുമ്പോ അവരുടെ ഭാഷയില് അത് വേറെ വരുന്നത് അല്ലെ, മനസ്സിലായില്ലേ? ആ സാധനം എനിക്ക് തോന്നിയപ്പോ അപ്പൊ ഞാനത് റീലാക്കി. ഒരു ദിവസം കൊണ്ട് തന്നെ അത് 2 മില്യൺ ആയത്. പക്ഷെ അത് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവ് വരും. കാരണം നമ്മുടെ അടുത്ത് അത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ അപ്പൊ വീഡിയോ കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഡിലീറ്റ് ആക്കട്ടോ. നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ആക്കും. ഇവൾക്ക് അത് ഭയങ്കര ഇടങ്ങാറ്. ആണോ? ഇതേപോലെ ഈ കമന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ വരുമല്ലോ. അപ്പൊ അതിന് 2 രീതിയിലുള്ള കമന്റ്സ് വരാറുണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ്സ്. ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പൊ സിനുവിനെയാണോ? നമ്മൾക്കത് ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിതെല്ലാം കേട്ട് വളർന്ന ആൾക്കാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നെഗറ്റീവ് മീൻസ് ഇപ്പോൾ എൻ്റെ ജോലി ഇപ്പോൾ ആദ്യം കൂലിപ്പണി. അതിപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഫാമിലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം 3 വർഷമായിട്ട് നമ്മൾ എന്നെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു വന്നതാണെന്ന്. എപ്പോഴും സാധാരണക്കാരൻ ഉയർന്നു വരുമ്പോഴാണ് അവർക്ക് നെഗറ്റീവും കാര്യങ്ങൾ എന്താണ്, അവർക്ക് പിന്നെ അഹങ്കാരമായി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. അങ്ങനെ കുറെ കേൾക്കലുണ്ട്. അതെ, എന്താ സിനു എന്താ മിണ്ടാതിരിക്കുന്നത്? സിനുവിനോട് ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മള് എന്താ കല്യാണം കഴിയണ വരെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. നമ്മളാരും ജഡ്ജ് ചെയ്യാൻ ഇതിനൊന്നും വരില്ലല്ലോ. ഇതിട്ട് ഇവളെന്താ അവിടെ ഇരിക്കണത്, ഇവളെന്താ ഈ ഡ്രസ്സ് ഇട്ടത്, അങ്ങനെ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇവിടെ നമ്മുടെ ഫാമിലി വ്ളോഗ്സില് കൂടുതലും വരുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളാർക്ക് ശത്രു ഉണ്ടാവല്. അതായത് ഇപ്പൊ ഒരു കാറിൽ പോവാണ്, അപ്പോൾ ഉമ്മ ഫ്രണ്ടിലിരുന്നില്ല, ഉമ്മ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ അന്ന് ഫുള്ള് പ്രശ്നമാണ്. അമ്മക്ക് ബഹുമാനം കൊടുത്തില്ല. അമ്മ പറയും ഉമ്മയുടെ കംഫേർട്ട് സോണിലാണ് ഉമ്മ ഇരിക്കല്. പക്ഷെ അത് ആളുകൾ എന്താ വെച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉമ്മാക്ക് ധാരയിലൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ്സിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ എന്താണ് വെറുതെ ഒരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, അഥവാ ഉമ്മ നിൽക്കുകയാണെങ്കിൽ വേറെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കൊടുത്തില്ല, ഉമ്മാക്ക് പോകും. അതായത് അമ്മായിമ്മ ഒരു കറക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്നോണ്ടാണല്ലോ പ്രേക്ഷകർ ഇത് കാണുന്നത്. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയാം, കമന്റ്സ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കല.